ബേർഡിങ്, ബേർഡ് ഫോട്ടോഗ്രാഫി, ബേർഡ് വാച്ചിങ് ഒരുപാട് പേരുടെ ഹോബിയാണ്. അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തൊരു കൂട്ടുകാരൻ എനിക്കുണ്ട്. അപ്പോൾ ഞാനിന്ന് അവൻ്റെ അടുത്തേക്ക് പോകണം, കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി. ഇതെല്ലാം അവനെടുത്ത ഫോട്ടോസാണ്. നമുക്ക് അവനെ പരിചയപ്പെടാം ആദ്യം. എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് ജിഷ്ണുദേവ് ഉണ്ട്. ഇവൻ നേവിയിലായിരുന്നു, ഇപ്പോൾ റിട്ടയറായി. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് അവൻ ബേർഡ് വാച്ചിങ്ങും ബേർഡ് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ ഇറങ്ങി. ഇന്ന് അവധിയാണ്. അപ്പോൾ കാലത്ത് പുലർച്ചെ തന്നെ ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ പക്ഷികളെ തേടി ഞങ്ങൾ കോതകുളം ബീച്ചിലേക്കാണ് ഇന്ന് പോകുന്നത്. ഇത് തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട് ബീച്ചിനും കഴിമ്പറം ബീച്ചിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. കോതകുളം അറപ്പ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കാരണം ഒരു അറപ്പ എന്ന് പറഞ്ഞൊരു ചെറിയ റിവർ കടലിൽ വന്ന് ചേരുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളങ്ങനെ ബീച്ചെത്തി. നേരം വെളുത്ത് വരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ബീച്ചിലധികം ആൾക്കാരില്ല. 1-2 മീൻപിടുത്തക്കാരാണ് ഇരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ അറപ്പ റിവർ. ഇത് കടലിൽ വന്ന് ചേരുന്നില്ല, അവിടെ നിൽക്കും. ടൈഡ് വരുന്ന സമയത്ത് മാത്രമേ കടലായിട്ട് ജോയിൻ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു തടാകം പോലെ ഇങ്ങനെ നിൽക്കും. ഈ ഒരു ഏരിയയിലാണ് കൂടുതലായിട്ട് പക്ഷികളെ കണ്ടുവരുന്നത്. പിന്നെ ഇതിൻ്റെ ഭൂപ്രകൃതിയും കുറച്ച് വ്യത്യാസമുണ്ട് ബാക്കിയുള്ള ബീച്ചുകളെ വെച്ചിട്ട്. ജിഷ്ണു ക്യാമറ എടുത്ത് നേരെ പക്ഷികളെ നോക്കി ഇറങ്ങി. ഇതാണ് ആ ബീച്ചിൻ്റെ ഒരു സൈഡ്. ഇത് നേരെ കടലിൽ മുട്ടുന്നില്ല. അവിടെ ഒരു മീൻപിടുത്തക്കാരൻ നിൽക്കുന്നത്. ഞാൻ കുറേ നേരം ആളുടെ പിന്നാലെ നിന്നു, ആൾ വലയെറിയുന്നു നോക്കിയിട്ട്. പക്ഷേ ഇവരങ്ങനെ ചെയ്യില്ല. കാരണം മീനെ കണ്ടാൽ മാത്രമേ ഒരു വലയെറിയുള്ളൂ. ഒരു മീനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ പണി തീർന്നു, അതും കൊണ്ട് പോകും. ഞാൻ ആദ്യമായിട്ടാണ് ഏർലി മോർണിംഗ് ബീച്ചിൽ വരുന്നത്. അത് വേറൊരു വൈബാണ്. കുറച്ച് മൂടൽമഞ്ഞും മിസ്റ്റും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക വൈബാണത്. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഈ ബീച്ചിൽ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ബീച്ചിലും കാണാൻ പറ്റും ഈ ഒരു ചെടി. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ചെടിയാണ്, ഒരു പർപ്പിൾ പൂവായിട്ട്. ഇതിൻ്റെ പേര് കാക്കപ്പൂ എന്നാണ് മലയാളത്തിൽ പറയുന്നത്, ഒരു പർപ്പിൾ കളറുള്ളൊരു പൂവ്. പക്ഷേ എനിക്കിതിൻ്റെ ഇംഗ്ലീഷ് പേരാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്, ബീച്ച് മോർണിംഗ് ഗ്ലോറി. കാലത്ത് തന്നെ ഈ പൂക്കൾ പൂത്ത് നിൽക്കണ വേറൊരു ഭംഗിയാണ് കടലിൻ്റെ പശ്ചാത്തലത്തിൽ. എടാ, നീ എടുത്ത ഫോട്ടോസ് ഒന്ന് കാണിച്ചെന്ന്. ഞങ്ങളങ്ങനെ ഒരു കൂട്ടം കിളികളെ കടൽ തീരത്തിരിക്കുന്നത് കണ്ടു. ഈ ഒരു കൂട്ടം കിളികളെ പറയുന്നത് ഫ്ലോക്ക് എന്നാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ കടൽ തീരത്തൊരു ഫ്ലോക്കിനെ കണ്ടു. അപ്പോൾ ആ ഫ്ലോക്കിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടെയാണ് ആ ഫ്ലോക്ക് ഇരിക്കുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. എൻ്റെ ക്ലാരിറ്റി കുറവാണെന്നാലും സൂം ചെയ്ത് കാണിക്കാം. അവിടെ ഒരുപാട് കിളികൾ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫോട്ടോസ് എടുക്കാൻ തന്നെ ഞങ്ങൾ വന്നത്. നമുക്ക് പതുക്കെ ഫ്ലോക്കിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. അയ്യോ, എന്നെ കണ്ടത് അവർ പറന്നു. എടാ, കിട്ടിയ ഫോട്ടോ കിട്ടിയ കാണിച്ചേ. ആ, അടിപൊളി. ഇത് ഫുള്ള് ബ്ലാക്ക് ആണല്ലോ, എൻ്റെ ബോഡി ബ്രൗണിഷ് അല്ലേ. ഇത് ഇത്തിരി വെള്ളയുണ്ടോ. അത്ര വലിയ കൂട്ടത്തിൽ നിന്ന് ഈ ഒരുത്തനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഐറ്റം.
നേരം വെളുത്ത് തുടങ്ങി. ഞങ്ങൾ കടൽ തീരത്തുനിന്ന് മാറി തൊട്ടപ്പുറത്തൊരു തെങ്ങിൻ തോട്ടം കണ്ടപ്പോൾ അതിനകത്ത് കയറി പക്ഷികളെ നോക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ കുറച്ച് പക്ഷികളെ കാണാൻ പറ്റുമെന്നാണ് ജിഷ്ണു പറഞ്ഞത്. ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു തെങ്ങിൻ തോട്ടമാണ്. അപ്പോൾ ഇതിനകത്ത് എന്തായാലും പക്ഷികളെ കാണേണ്ടതാണ്. കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ ഒന്നും സ്പോട്ട് ചെയ്യണില്ല. ഞങ്ങൾ കുറേ നേരമായി വെയിറ്റ് ചെയ്ത് നോക്കി നിൽക്കണം. ഏതെങ്കിലും ഒരു കിളിയെ കാണുന്നതാണ്, എവിടെയോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ജിഷ്ണു അതിനെ സ്പോട്ട് ചെയ്തെന്ന് തോന്നുന്നു. അതിന് കിട്ടുമെന്നറിയില്ല. മരം കുത്തിൻ്റെ ശബ്ദം പോലെ ഉണ്ട്. ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള തെങ്ങുന്തോപ്പാണ്. കേരളത്തിൻ്റെ ഗ്രാമീണ ഭംഗി വിളിച്ചോതുന്ന ഒരു തെങ്ങുന്തോട്ടം. ഞാൻ കുറച്ച് നേരം അവിടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നു. പിന്നെ ബോറടിച്ചു. കാരണം കിളികളൊന്നും കാണുന്നില്ല, ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അടുത്തുള്ളൊരു വണ്ടിനെ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ ക്യാമറ വെച്ച് കിളികളെ ഷൂട്ട് ചെയ്യാൻ നടക്കില്ല. പക്ഷേ വണ്ടോഗ്രഫി ചെയ്യാൻ വണ്ടെന്നെ സമ്മതിക്കുന്നില്ല. ഞാൻ അടുത്ത് വരുമ്പോഴേക്കും അത് ദൂരെ പോണു. കുറച്ച് നേരം ഞാൻ അതിൻ്റെ പിന്നാലെ നോക്കി, പക്ഷെ രക്ഷയില്ല, ഒട്ടും സമ്മതിക്കില്ല. ഞാനങ്ങനെ ആ പരിപാടി ഉപേക്ഷിച്ചു. ദൂരെ പോയി വണ്ട്. ഞങ്ങളങ്ങനെ റെക്കോർഡ് ചെയ്ത് നടക്കായിരുന്നു. പക്ഷേ കിളികളൊന്നും ഇല്ല. അല്ല, കിളികളെ കുറ്റം പണ്ട് കാര്യമില്ല. നമ്മുടെ സമയത്തിന് അവർ വരില്ലല്ലോ. അവരുടെ സമയത്തിന് നമ്മൾ പോയാലേ കാര്യമുള്ളൂ. നമ്മൾ വെയിറ്റ് ചെയ്ത് ഒരുപാട് സമയം ക്ഷമ വേണം ഈ പരിപാടിക്ക്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ക്ഷമില്ല, എനിക്ക് തീരെ ക്ഷമില്ല. അതുകൊണ്ട് എനിക്ക് പറ്റാത്ത പരിപാടിയാണെന്ന് ഞാനത് തീരുമാനിച്ചു. ഇത്ര നേരം അതിനു വേണ്ടി സമയങ്ങളെ നമുക്ക് വരില്ല. നല്ല ക്ഷമ വേണം. പിന്നെ മാത്രമല്ല, കുറച്ച് ഇതിനെക്കുറിച്ചുള്ള നല്ലൊരു നോളജ് വേണം. വെറുതെ പോയിട്ട് ഫോട്ടോ എടുക്കലല്ല ഇതിന്റെ പരിപാടി. അതെനിക്ക് മനസ്സിലായത്. അതിന്റെ സ്പീഷീസ് ഉണ്ട്, പിന്നെന്തൊക്കെ ഉണ്ടല്ലേ. നമ്മള് വലിയൊരു ഫ്ലോക്കായിരിക്കും നമ്മൾ കാണുന്നത്. ഇപ്പൊ നമ്മളിപ്പോ കണ്ട ഫ്ലോക്കില് കൂടുതലും ലെസ്സർ സാൻഡ് ഫ്ലവർ എന്ന് പറഞ്ഞൊരു സ്പീഷീസ് ആയിരുന്നു. പക്ഷെ നമ്മളത് സൂം ചെയ്ത് നോക്കുമ്പോൾ അതില് ഒരെണ്ണം സാൻഡർലിംഗ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അപ്പൊ അത് മിസ്സാവാതെ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതിലാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതായത് എല്ലാ സ്പീഷീസിനെ കുറിച്ചുള്ള ഒരു വിവരം വേണം. അതെവിടെ വരുന്നു, എങ്ങനെ വരുന്നു, അതിൻ്റെ ഒരു എന്താ പറയുക എക്കോസിസ്റ്റം അറിയണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടുള്ളൂ. നല്ല ഫോട്ടോസ് എന്ന് ഉദ്ദേശിക്കുന്നത് കാണാൻ ഭംഗിയുള്ള ഫോട്ടോസ് മാത്രമല്ല, അതിന് കുറേ പ്രത്യേകതകളുണ്ട്. ഒരു കിളി വരുന്നത്, ആ കിളിനെ കിട്ടുന്നത്, അതിനൊക്കെ വലിയ വലിയ കണക്കുകളൊക്കെ ഉണ്ട്. ഗൈസ്, വി സ്പോട്ടഡ് നീർനായ ഹിയർ. ഞങ്ങൾ ക്യാമറ എടുത്ത് വന്നപ്പോഴേക്കും അത് പോയി. ഒറ്റവട്ട കണ്ടല്ലോ, പിന്നെ അത് പൊന്തിയില്ല. ജിഷ്ണു പറയുന്നത് ഇവിടെ അങ്ങനെ നീർനായനെ ഇതുവരെ ആരും സ്പോട്ട് ചെയ്തിട്ടില്ല എന്നാ. അത് നീർനായ തന്നെയാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങളങ്ങനെ കുറേ നേരം നീർനായനെ കാത്തു നിന്നു, പക്ഷെ അത് പൊന്തിയില്ല. എനിക്ക് തോന്നുന്നു അപ്പുറത്തെ കുറ്റിക്കാടിലെങ്ങാനും കയറി പോയിണ്ടാവും. എന്നാലും ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു അതിൻ്റെ ഫോട്ടോ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അത് പിന്നെ കണ്ടില്ല. ഇവൻ്റെ ഈ ഇരിപ്പ് കണ്ടിട്ടാണോന്ന് അറിയില്ല, ഒരു പട്ടി ഞങ്ങളങ്ങനെ മണപ്പിച്ച് വരുന്നുണ്ട് സൈഡിൽ കൂടെ. എന്തോ കാര്യമായിട്ട് പ്രതീക്ഷിച്ചിട്ടാണ്. ഞങ്ങളങ്ങനെ അടുത്തുള്ള കിളികളൊക്കെ വീണ്ടും ഷൂട്ട് ചെയ്ത് നടന്നു. സമയമായി, വിശന്ന് തുടങ്ങി. നമ്മൾ ഈ പരിപാടി നിർത്തി പോകാനുള്ളൊരു പ്ലാനിലാണ്. നല്ല വെയിലായി തുടങ്ങി. ഇനി നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇന്നത്തെ ഫോട്ടോഗ്രാഫി ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. പാവ ആ ചേട്ടന് ഇതേവരെ മീൻ കിട്ടിയില്ല. ആളെ കൂടെ വന്നവരെല്ലാവരും പോയി. എല്ലാവർക്കും മീൻ കിട്ടിയിട്ടുണ്ടാവണം. ഈ ചേട്ടന് മാത്രം ഒന്നും കിട്ടിയില്ല. ഞങ്ങളങ്ങനെ പോകാനുള്ള തീരുമാനം എടുത്ത് നിൽക്കുമ്പോഴാണ് ദൂരെ നിന്ന് ഒരു 4 പേര് ഓടി വരുന്നുണ്ട്. അടുത്തെത്തിയപ്പോൾ മനസ്സിലായി അത് ജിഷ്ണുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് എന്ന് മാത്രമല്ല, അതിലൊരാൾ നമ്മുടെ തൃശ്ശൂർ ജില്ലാ കളക്ടറാണ്, അർജുൻ പാണ്ഡ്യൻ IAS.
ഇവരൊരു മാരത്തൺ റണ്ണേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് തൃശ്ശൂർ, അതിലെ അംഗങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള പരിചയമാണ് ജിഷ്ണുവായിട്ട്. അപ്പോൾ അവരായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ ഒരു ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഒരു പാർക്കുണ്ട്. ഞങ്ങൾ അവിടെ വന്നിരുന്നു. കുറച്ച് കാര്യങ്ങൾ ജിഷ്ണുവിനോട് ചോദിച്ചറിയാണ്ട് ഈ ബേഡിങ്ങിനെ പറ്റിയിട്ടും ബേഡ് ഫോട്ടോഗ്രാഫിനെ പറ്റിയിട്ടും. അയ്യോ, അങ്ങനെ ഞങ്ങളൊരു 2 മണിക്കൂറത്തെ കിളികളുള്ള ഷൂട്ട് കഴിഞ്ഞ് വന്നു. വയ്യാണ്ടായി. കിളികളധികം കണ്ടില്ല, കാരണം എന്തോ അതവര് സീസണായി വരുന്നുള്ളൂ. പിന്നെ ബേർഡ് ഫോട്ടോഗ്രാഫിനെ പറ്റി പറയാനായിട്ട് പറയും. എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. ബേർഡ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ബേർഡ് ഫോട്ടോഗ്രാഫി ഉണ്ട്, ബേർഡ് വാച്ചിങ് ഉണ്ട്. ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകൾ, ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, ആളുകൾ ഗൈഡൊക്കെ എടുത്ത് തട്ടേക്കാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ചില ഹൈഡോ അങ്ങനെയൊക്കെ ഉണ്ട്, അവിടെ ഇരുന്ന് നമുക്ക് ഷൂട്ട് ചെയ്ത് പോരാം. പക്ഷെ ബേർഡ് വാച്ചിങ് ചെയ്ത് ഫോട്ടോഗ്രാഫി ചെയ്യാന്ന് പറയുമ്പോൾ അത് ഇതുപോലെ നമ്മൾ സ്വയം ഒരു പ്രത്യേകിച്ചൊരു സമയപരിധി ഒന്നും ഇല്ലാതെ നമ്മൾ വന്ന് അലഞ്ഞ് നടന്ന്, അപ്പോൾ പക്ഷികളെ കിട്ടുമോ കിട്ടില്ലേ എന്തൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരു ഉറപ്പില്ലാതെ നമ്മൾ വന്ന് ആണ് എടുക്കുന്നത്. ഇന്നിപ്പോൾ വരുമ്പോൾ ഇപ്പോൾ കടൽ തീരങ്ങളിൽ വന്നിരിക്കുന്നത് ഷോർ ബേർഡ്സ് എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ഷോർ ബേർഡ്സിൻ്റെ ഒരു സമയം ഒക്ടോബർ അവസാനം നവംബറൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ആവുകയാണ് ചെയ്യുക. അപ്പോൾ അധികം പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, എന്നാലും ഫ്ലവറുകൾ, സാൻഡ് ഫ്ലവറുകളുടെ കുറച്ച് ഒരു കൂട്ടം ഉണ്ടായിരുന്നു. അവർ മാത്രമേ കൂടുതലായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പരുന്തുകൾ ഉണ്ട്. അപ്പോൾ അതിനിടയിലൊരു തിരക്കാടാന്ന് പറഞ്ഞൊരു സാൻഡർലിംഗ് എന്ന് പറഞ്ഞൊരു സാധനം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു കൂട്ടം കാണുമ്പോൾ നമ്മളതിനെ ക്ലോസ്ലി നമ്മുടെ ക്യാമറ ഒക്കെ അങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ് ആണ് സൂം ചെയ്ത് അതിനൊക്കെ വാച്ച് ചെയ്ത് അതിലേതെങ്കിലും സെപ്പറേറ്റ് അല്ലെങ്കിൽ റയർ സ്പീഷീസ് ഏതെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി, ഇതൊക്കെയാണ് ഒരു ബേർഡ് വാച്ചിങ് എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ. നീ ബേർഡ് വാച്ചറാണോ അതോ ബേർഡ് ഫോട്ടോഗ്രാഫറാണോ? അതായത് ബേർഡ് വാച്ചേഴ്സ് എല്ലാവരും ബേർഡ് ഫോട്ടോഗ്രാഫേഴ്സ് തന്നെയാണ്. പക്ഷെ ബേർഡ് ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും ബേർഡ് വാച്ചേഴ്സ് ആവണം എന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നല്ല എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങിയിട്ട് പൈസ സ്പെൻഡ് ചെയ്ത് ഗൈഡിനെ എടുത്ത് ഇപ്പോൾ തട്ടേക്കാടൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇത്ര സ്പീഷീസിനെ കാണാം എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ള പാക്കേജുകളുണ്ട്. അപ്പോൾ അവിടെ ഒരു പോയിന്റിൽ അവിടെ ഇരിക്കുന്നു, അവിടെ പക്ഷികൾ സ്ഥിരമായിട്ട് വരുന്നു. അപ്പോൾ അവിടുത്തെ പക്ഷികൾക്ക് ആ ഒരു കൾച്ചർ ആയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അവിടെ. പക്ഷെ ബേർഡ് വാച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉറപ്പില്ല, നമുക്ക് കാണാൻ പറ്റുമോ എന്തായിരിക്കും വരുന്നത്. അപ്പോൾ പുതിയ സ്പീഷീസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ മൈഗ്രേറ്ററി ബേർഡിൻ്റെ അറൈവൽ, ഇന്ന സ്ഥലത്ത് ഈ ബേർഡ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ അതൊക്കെ ബേർഡ് വാച്ചേഴ്സാണ് കൂടുതലും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നല്ല ഒരു എക്യുപ്മെൻറ്റ് ഉണ്ടാവണം എന്നില്ല. അവർ ചിലപ്പോൾ ഒരു സാധാരണ പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറ ആയിരിക്കാം, നല്ല സൂം റേഞ്ചുള്ള. കാരണം അവർക്ക് വേണ്ടത് ആ പക്ഷിയുടെ നല്ലൊരു ഫോട്ടോഗ്രാഫ് എന്നതിനേക്കാൾ ഉപരി ആ ഒരു സമയത്ത് ആ ഒരു സ്ഥലത്ത് ആ പക്ഷി ഉണ്ട് എന്നുള്ള ആ ഒരു ഡാറ്റയാണ് അവർ കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. അപ്പം അതാണ് ബേർഡ് വാച്ചിങ്ങിൻ്റെ ഒരു ഇത്. ഞാൻ ഇന്ന് കാലത്ത് ഇതിൻ്റെ കൂടെ ബേർഡ് ഫോട്ടോഗ്രാഫി ബേർഡ് വാച്ചിങ് എന്ന് പറഞ്ഞിട്ട് പോരാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കാടിനകത്തുള്ള ഫോട്ടോ അങ്ങനെയൊക്കെയാണ്. കടൽ തീരത്ത് കിളികൾ ഉണ്ടാകുമ്പോൾ അവരുടെ ഫോട്ടോസ് എടുക്കാൻ പറ്റും ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു അറിവായിരുന്നു. അപ്പം അതുകൊണ്ട് ആണ് ഞാൻ ക്യാമോഫ്ലാഗ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നത്. ഇവൻ സാധാ ഡ്രസ്സ് ഇട്ട് വന്നേക്കണം. ഞാൻ ഫുള്ള് ലുക്കിൽ സെറ്റപ്പിലൊക്കെ ഫോട്ടോഗ്രാഫറുടെ ഒരു ലുക്കിലാണ് വന്നത്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. നമ്മൾ മെയിനായിട്ട് പക്ഷികളുടെ ഇടന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ കടൽ തീരം അല്ലെങ്കിൽ ബീച്ച് സൈഡ് പിടിക്കുമ്പോൾ ഷോർ ബേർഡ്സ് എന്ന് പറയുമ്പോൾ കടൽ തീരത്തിനോട് ചേർന്ന് അല്ലെങ്കിൽ കടലിൽ ഈ കടൽക്കാക്കകൾ അങ്ങനത്തെ ഒരു സമൂഹം പക്ഷികൾ. കടൽക്കാക്കകൾ നമ്മൾ കണ്ടില്ലല്ലോ. കടൽക്കാക്കകളൊന്നും എത്തി തുടങ്ങിയിട്ടില്ല. പിന്നെ അടുത്തൊരു കാറ്റഗറിയാണ് ഈ ഫോറസ്റ്റ് റിലേറ്റഡ് ബേർഡ്സ്. അതൊക്കെ ഇത്തിരി കാട് പോലെയുള്ള സ്ഥലത്ത് ഇപ്പൊ നമ്മൾ അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് സീകൾ ബീച്ച് എന്നുണ്ട്, ബീച്ച് ഉണ്ട്. ഇവിടെ സീഗൾസ് വരാറുണ്ടോ? സീഗൾസ് ആണ്, കടൽക്കാക്കകൾ സീഗൾസ് ആണ്. അപ്പോൾ അതൊക്കെ ആ ഒരു ഷോർ ബേർഡ്സിന്റെ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെ വരുന്ന ഈ ഫോറസ്റ്റ് ബേർഡ്സ് അവർക്ക് നമ്മളിപ്പോ ഏതെങ്കിലും ഡാമില്, ഇപ്പൊ ഞാൻ വാഴാനി ഡാമിൽ പോയി എടുക്കാറുണ്ട്. വേഴാമ്പല്, അതൊക്കെ അതിരപ്പള്ളി സൈഡ്, നെല്ലിയാമ്പതി, അതൊക്കെ ഫോറസ്റ്റിനോട് അങ്ങനെ തിങ്ങി നിറഞ്ഞ മരങ്ങളൊക്കെ ഉള്ള ഭാഗത്ത് വരുന്ന. എന്റെ മനസ്സിൽ ബേർഡ് ഫോട്ടോഗ്രാഫി അങ്ങനെയായിരുന്നു, കാടിന്റെ ഉള്ളിൽ കൂടെ നടന്നു എല്ലാ പക്ഷികളെയും നമ്മള് കവർ ചെയ്യും. അപ്പൊ ആ ഫോറസ്റ്റ് ബേർഡ്സ് ആണ് കൂടുതലും കളർഫുൾ ഒക്കെ ആയിട്ടുള്ള പല കളറുകളുള്ളത്. ഇത് കൂടുതലും ഗ്രേയിഷ് അല്ലെങ്കിൽ വൈറ്റിഷ്, ബ്രൗണിഷ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ മൂന്നാമതൊരു കാറ്റഗറിയാണ് ഈ കോൾപ്പാടങ്ങളിലും അങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുന്ന കൊക്കുകളുടെ ഒരു കാറ്റഗറി. ചായമുണ്ടി, ചിന്നമുണ്ടി, അങ്ങനത്തെ കുളക്കൊക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ. ഈ ഒരു 3 കാറ്റഗറിയാണ് സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന തരം പക്ഷികൾ.
നീ ഇങ്ങനെ സ്പീഷീസ് ഒക്കെ കൗണ്ട് ചെയ്യാറുണ്ടോ? ബേർഡ്സ് എത്ര തരം ആദ്യമൊക്കെ നമ്മൾ കാണുന്ന പക്ഷീനെ ഫോട്ടോ എടുക്കുന്നു, പേരൊന്നും ശ്രദ്ധിക്കാറില്ല. പിന്നെ ഇതിലേക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങിയപ്പോ നമ്മൾ പിന്നെ എടുത്ത ഫോട്ടോസൊക്കെ നമ്മുടെ ആ ഒരു ഡാറ്റ തന്നെ അനലൈസ് ചെയ്ത് സെപ്പറേറ്റ് ഫോൾഡേഴ്സ് ആയിട്ടൊക്കെ വെക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 215 തരം പക്ഷികളുടെ സെപ്പറേറ്റ് ഫോൾഡർ എൻ്റെ ഉണ്ട് നമ്മളായിട്ട് എടുത്തിട്ടുള്ളത്. ഇതുവരെ ഗൈഡിനെ എടുത്ത് പോയിട്ടില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് കിട്ടിയ ഫോട്ടോസ് തന്നെയാണ്. അതിലിപ്പോൾ 215 നമ്മളന്ന് മൈസൂർ ട്രിപ്പിൽ എടുത്ത പക്ഷികളൊക്കെ 215 സ്പീഷീസ്. അത് ഏത് പക്ഷി? അത് ചെന്തലയൻ അരിവാൾ കൊക്കൻ എന്ന് പറഞ്ഞ റെഡ് നൈപ്ഡ് ഐബിസ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടിൽ അതിനെ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, അറിയില്ല എവിടെയും ഉണ്ടാവും. അന്ന് നമ്മൾ മേട്ടുപാളയത്ത് അടുത്ത് കിട്ടി. പിന്നെ ബേർഡ് വാച്ചിങ്ങിന്റെ ഏറ്റവും വലിയ സംഭവമുള്ള ക്യാമറ, ഇതിന്റെ ഏതാ ക്യാമറ? ഇത് കാനണിന്റെ 70 Mark II എന്ന് പറയുന്ന കുറച്ച് പഴയ മോഡലാണ്. ഞാൻ 2017 എടുത്തിട്ടുള്ള കൂടിയാണ്. 70 Mark II ആണ്. അന്നത്തെ ഏറ്റവും ബെസ്റ്റ് ക്യാമറ ആയിരുന്നു, കാനണിന്റെ ടോപ്പ് മോഡലായിരുന്നു. APS-C എന്ന് പറഞ്ഞ ക്രോപ്പ് സെൻസർ എന്ന് പറയും. പിന്നെ നമുക്ക് ലെൻസിന്റെ ആ സൂം റേഞ്ച്, ആ ഫോക്കൽ ലെങ്ത് ഒരു 300 അതുപോലെ തന്നെ ഈ ലെൻസ് എന്ന് പറയുന്നത് ഈ ഒരുപാട് നീളത്തിലുള്ള ലെൻസും വെച്ചിട്ട് ഓരോരുത്തർ ഫോട്ടോ എടുക്കണം. നല്ല വെയിറ്റ്. അത് നമ്മുടെ ഫോട്ടോഗ്രാഫിയുടെ ജോണർ അനുസരിച്ചിട്ടാണ് നമ്മുടെ ലെൻസ്. ഇപ്പൊ നമ്മളൊരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയും അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ചെറിയ ലെൻസ് 50mm 85mm മാക്സിമം അത്ര മതി. ഇപ്പൊ കല്യാണത്തിനൊക്കെ ഉള്ള ഒരു 70-200 അത്രയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബേർഡ് ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു 300 അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇത് 100-400 റേഞ്ച് ആണുള്ളത്. ടാമറോണിന്റെ ആണത്, തേർഡ് പാർട്ടി ലെൻസാണ്. ടാമറോണും സിഗ്മയും അങ്ങനെ 2 കമ്പനി തേർഡ് പാർട്ടി ലെൻസസ് ഉണ്ടാക്കി. അത് നിക്കോണിനും സോണിക്കും കാനണിനും വേണ്ടി ഉണ്ടാക്കുന്നത്. ഇത് ടാമറോണിന്റെ ആണ്. അപ്പൊ ആ ഒരു 400-300 ആ റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക്, കാരണം ഈ പക്ഷികളെ ശല്യപ്പെടുത്താതെ ദൂരെ നിന്ന് അവരുടെ ക്ലോസ് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. കാരണം നേച്ചറിനെ ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ അവരുടെ ഫോട്ടോസ് എടുക്കുന്നു. അപ്പോൾ സൂം റേഞ്ച് ഉള്ളത് എടുത്തിട്ടേ കാര്യമുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഗ്രൂപ്പ് കൂട്ടായ്മ ഉണ്ട്, അങ്ങനത്തെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും ഒരു പക്ഷീനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ പക്ഷികളും എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പൊ നമ്മൾ അറിയാത്ത ഐഡിയ ആണെങ്കിൽ, അറിയാത്ത സ്പീഷീസ് ആണെങ്കിൽ നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ ഇട്ട് ചോദിക്കും. അപ്പോൾ FB ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ബേർഡ് വാച്ചേഴ്സ് ഓഫ് കേരള എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു ആക്ടിവിറ്റീസ് ഉള്ളൊരു ഗ്രൂപ്പാണത്. പിന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റികളും ഗ്രൂപ്പ് ഫോട്ടോഗ്രാഫി ഫോട്ടോ വാക്കും ഒക്കെ നടത്തുന്ന ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. കോൾ ബേർഡേഴ്സ് എന്ന ഗ്രൂപ്പുണ്ട്, അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. നീ ഇതിലൊക്കെ അംഗമാണോ? ഞാൻ അത്ര ആക്റ്റീവ് അല്ല, ഞാൻ കൂടുതൽ ഒറ്റയ്ക്കാണ് ചെയ്യാറ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ബേർഡ് വാച്ചിങ്ങിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ ഞാൻ എന്തായാലും ഇതിലേക്ക് ഇറങ്ങാൻ പോകില്ല. ഇവൻ ഇത് ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും മിക്കവാറും ഏത് ദിവസം ഒഴിവ് കിട്ടിയാലും ഇവൻ കാലത്ത് തന്നെ ക്യാമറ എടുത്ത് ഇറങ്ങണ കാണാറുണ്ട് നമ്മൾ ബേർഡ് വാച്ചിത്തോട്ട്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി ഞാൻ ഇവൻ്റെ ഒരു വീഡിയോ എടുത്താണ്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇപ്പോൾ ബേർഡ് ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇതിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ട്, അപ്പോൾ എന്തൊക്കെയായിരിക്കണം ആൾക്കൊരു, ഇപ്പോൾ ഇന്ന ഗ്രൂപ്പിൽ ചേരണം, അല്ലെങ്കിൽ ആളെടുത്ത ഫോട്ടോസ് എവിടെ കൊണ്ട് പോസ്റ്റ് ചെയ്യും, അതിനൊരു എക്സ്പോഷർ കിട്ടണമല്ലോ, ആൾക്കാർ അറിഞ്ഞ് വരണമല്ലോ. അപ്പം അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമൊക്കെ നിങ്ങൾക്കറിയാം. എക്സ്പോഷർ ഒബ്വിയസ്ലി ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നുള്ളതാണ് ബേസിക് പരിപാടികൾ. അത് കഴിഞ്ഞ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഫോട്ടോ കോമ്പറ്റീഷൻസും അങ്ങനത്തതൊക്കെ ചെയ്യുന്നത് വളരെ റെയർ ആയിട്ട് ഉണ്ടാവാറുണ്ട്. 35 അവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഇത് തന്നെ, ഇൻസ്റ്റാഗ്രാം ID ക്രിയേറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇപ്പം നിന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ജിഷ്ണുദേവ് പുളിങ്കുഴി എന്നാണ് ഇൻസ്റ്റാഗ്രാം ID. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനകത്താണ് ഞാൻ എൻ്റെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നത്, അതിലാണ്. ഓക്കെ, ഇതൊക്കെയാണ്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാം ജിഷ്ണുവിനോട്. അതല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻ്റ് അടിക്കാം, ഞാൻ ജിഷ്ണുവിനോട് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞു. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് എല്ലാം പ്രതീക്ഷിക്കാം. ഈ ചാനലിൽ കൂടുതലും ട്രാവൽ വീഡിയോസ് മാത്രമല്ല, ട്രാവലിനോടനുബന്ധിച്ചുള്ള മറ്റ് വീഡിയോസും ഞാൻ ഇടുന്നതാണ്. ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ എന്തായാലും ഇടുന്നതാണ്. കാരണം എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ അറിയുമ്പോൾ ഉള്ളൊരു കൗതുകം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.